സംസ്ഥാനത്ത് കാലവർഷം മെയ് 31-നെത്താൻ സാധ്യത. തെക്കൻ തമിഴ്നാട് തീരത്ത് ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ അടുത്ത 7 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നു. വിവരങ്ങൾ നൽകാൻ മാനസയുണ്ട്. മാനസ, തിരുവനന്തപുരത്തൊക്കെ ഇന്നലെ രാത്രി ശക്തമായ മഴയായിരുന്നു. രാവിലെ മുതൽ മഴയ്ക്കല്പം ശമനമുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ജില്ലകളിലെ അവസ്ഥ എങ്ങനെയാണ്? അതോടൊപ്പം തന്നെ തെക്കൻ തമിഴ്നാട് തീരത്ത് ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ അടുത്ത 7 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും ബിനു സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തമായ മഴ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലും അതോടൊപ്പം തന്നെ വരുന്ന മണിക്കൂറുകളിലും ലഭിച്ചുകൊണ്ടിരിക്കുക എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് പോകുന്നത്. കാലവർഷം നേരത്തെ എത്തുമെന്ന് നേരത്തെ തന്നെ കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മെയ് 31-ഓടെ കേരളത്തിൽ കാലവർഷം എത്തും എന്ന കണക്കുകൂട്ടലുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും ജൂൺ മാസത്തോടെയായിരുന്നു കാലവർഷം എത്തിയിരുന്നെങ്കിൽ ഈ വർഷം അത് മെയ് 31-ഓടുകൂടി എത്തും എന്ന കണക്കുകൂട്ടലിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉള്ളത്. നിലവിൽ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ന്യൂനമർദ്ദത്തിന് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് മെയ് 22-ഓടെ ഈ ന്യൂനമർദ്ദം രൂപപ്പെട്ട് അത് വലിയ രീതിയിലുള്ള കാലവർഷമായി മാറാനുള്ള സാധ്യത, കേരളത്തിൽ കാലവർഷം എത്താനുള്ള സാധ്യതയായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വെക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് വരുന്ന 7 ദിവസം ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ കേരളത്തിൽ ലഭിക്കുമെന്ന മുന്നറിയിപ്പുമായി കാലാവസ്ഥാ വകുപ്പ് എത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇന്ന് 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് റെഡ് അലർട്ട് നിലനിൽക്കുന്നത്. ഒപ്പം തന്നെ 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമുണ്ട്. തിരുവനന്തപുരം, ആലപ്പുഴ, കൊല്ലം, എറണാകുളം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നത്. മറ്റ് 5 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും ഒപ്പം കണ്ണൂർ, കാസർഗോഡ് ഇന്ന് മഴ മുന്നറിയിപ്പ് ഇല്ലാത്ത ഒരു സാഹചര്യവുമാണ്. ഇതേ രീതിയിൽ തന്നെയാണ് നാളെയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ അലർട്ട് നിലനിൽക്കുന്നത്. ഒപ്പം മെയ് 22 വരെ ശക്തമായ മഴ തുടരും. തീവ്ര മഴയ്ക്ക് തന്നെയാണ് സാധ്യത എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം ഈ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്ന ജില്ലകളിൽ ശക്തമായ മഴ മാത്രമല്ല, റെഡ് അലർട്ടിന് സമാനമായ തീവ്ര മഴ ലഭിക്കാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്ന് തന്നെ പറയുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മലയോര തീരപ്രദേശങ്ങളിൽ അതോടൊപ്പം തന്നെ താഴ്ന്ന ഭാഗങ്ങളിൽ താമസിക്കുന്നവരൊക്കെയും വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സാഹചര്യം വരുമ്പോൾ അല്ലെങ്കിൽ വെള്ളക്കെട്ട്, ഈ ഉരുൾപൊട്ടൽ സാധ്യതയൊക്കെ മുന്നോട്ട് കണക്കാക്കുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ മാറി താമസിക്കേണ്ട സാഹചര്യം വന്നാൽ സുരക്ഷിതമായ ഇടത്തേക്ക് മാറി താമസിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അതോടൊപ്പം തന്നെ കാലാവസ്ഥാ വകുപ്പും അറിയിച്ചിട്ടുണ്ട്. ഒപ്പം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനും ഇത്തരത്തിൽ ഒരു പ്രതികരണവുമായി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ശക്തമായ രീതിയിലുള്ള മഴയാണ് ലഭിക്കുന്നത്. ഈ ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലാക്കി പൊതുജനങ്ങൾ ഈ മലയോര മേഖലയിലൊക്കെയും താമസിക്കുന്നവർ മാറി താമസിക്കേണ്ട സാഹചര്യം വന്നാൽ മാറി താമസിക്കണമെന്ന് മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തീരപ്രദേശങ്ങളിൽ ഈ കള്ളക്കടൽ പ്രതിഭാസം നിലനിൽക്കുന്ന സാഹചര്യം ഉള്ളതിനാൽ കടലാക്രമണത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ട്. മാത്രമല്ല ന്യൂനമർദ്ദ സാധ്യത കണക്കിലെടുക്കുന്നുണ്ട്. ഒപ്പം ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ വിനോദസഞ്ചാര മേഖലകളിലേക്കുള്ള യാത്രാവിലക്കും രാത്രി സഞ്ചാര യാത്രാവിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ജില്ലയിൽ പൊന്മുടി ഭാഗങ്ങളിലൊക്കെയും യാത്രയ്ക്ക് വിലക്കുണ്ട്. ഇനിയൊരു അറിയിപ്പ് ലഭിക്കുന്നതുവരെ ഇത്തരം വിനോദസഞ്ചാര മേഖലകളിലേക്ക് യാത്ര നടത്താൻ പാടില്ല. പൊതുജനങ്ങൾ ഇക്കാര്യങ്ങളൊക്കെയും വേണ്ടുന്ന രീതിയിൽ തന്നെ ശ്രദ്ധിക്കണം എന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നോട്ട് വയ്ക്കുന്നത്. ശരി, നമുക്ക് ഓരോ ജില്ലകളിലെ സാഹചര്യം ഒന്ന് പരിശോധിക്കാം. സുലേഖയുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. സുലേഖ, തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രി കനത്ത മഴയായിരുന്നു. ഇപ്പോൾ മഴയ്ക്ക് അല്പം ശമനമുണ്ട്. എന്താണ് തിരുവനന്തപുരത്ത് നൽകാൻ കഴിയുന്ന സാഹചര്യം?
ബിനു സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ തുടങ്ങി പുലർച്ചെ വരെ നീണ്ടു നിൽക്കുന്ന ഒരു മഴയായിരുന്നു തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് ഉണ്ടായിരുന്നത്. വലിയ രീതിയിൽ തന്നെ തിരുവനന്തപുരം നഗരത്തെ അടക്കം ബാധിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ റോഡുകളൊക്കെ നിറഞ്ഞ് കവിയുന്ന മഴ കൊണ്ട് നിറഞ്ഞു കവിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിന് നഗരപ്രദേശങ്ങളിൽ കഴിഞ്ഞ പ്രാവശ്യം ഇത്തരത്തിൽ വലിയ രീതിയിൽ ഉണ്ടായിരുന്നതുപോലെ ഇപ്രാവശ്യം ഇത്തരത്തിൽ നഗരപ്രദേശങ്ങളിലെ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടില്ല എന്നത് തന്നെയാണ് ഇപ്രാവശ്യത്തെ ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്. വലിയ രീതിയിൽ 4 മണിക്കൂറുകളോളം നീണ്ടൊരു മഴയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷം മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നതുപോലെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് നഗരപ്രദേശങ്ങളിൽ രൂപപ്പെട്ടിട്ടില്ല എന്നത് തന്നെയാണ്. അതിന് കൃത്യമായ മുന്നൊരുക്കങ്ങൾ നേരത്തെ തന്നെ നഗരസഭയും ഒപ്പം മറ്റ് വകുപ്പുകളും നേരത്തെ തന്നെ മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു. അതേസമയത്ത് തന്നെ ഈ ഡ്രൈനേജുകൾ അത് കൃത്യമായ രീതിയിൽ തുറന്ന് കൊടുക്കാത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ശ്രീവരാഹത്ത് ഇത്തരത്തിലുള്ളൊരു വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളത്. ഈ വെള്ളക്കെട്ട് എന്ന് പറയുന്നത് ചില പ്രദേശങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുള്ളത് എന്നത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ശ്രീവരാഹത്താണ്. തിരുവനന്തപുരം ശ്രീവരാഹം നഗരപ്രദേശമാണ്. ശ്രീവരാഹത്താണ് നമ്മൾ നിൽക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ ടെക്നോ പാർക്കിന് സമീപം UST ഗ്ലോബലിന് സമീപത്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അതേസമയത്ത് തന്നെ അട്ടക്കുളങ്ങര കിള്ളിപ്പാലം ബൈപ്പാസിൽ അവിടെയും ചെറിയ തോതിൽ വെള്ളക്കെട്ടുകൾ വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിലുള്ള വെള്ളക്കെട്ടുകൾ ചെറിയ ഇടങ്ങളിൽ ചെറിയ സ്ഥലങ്ങളിൽ മാത്രമാണ് ഉള്ളത് എന്നത് ആശ്വാസം പകരുന്നൊരു കാര്യമാണ്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത് അല്പമെങ്കിലും ആശ്വാസം പകരുന്നൊരു കാര്യമാണ്. ചില വീടുകളിലും ഇത്തരത്തിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ചില വീടുകളിൽ ഇന്നലെ രാത്രി തന്നെ വെള്ളം കയറുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലാണ് തിരുവനന്തപുരത്തിൻ്റെ കാര്യങ്ങൾ. അതേസമയത്ത് തന്നെ മലയോര പ്രദേശങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും തീരദേശ പ്രദേശങ്ങളിലുമൊക്കെ തന്നെയും ജാഗ്രതാ നിർദ്ദേശം മഴ തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലാ ഭരണകേന്ദ്രവും ഒപ്പം മറ്റ് തദ്ദേശ വകുപ്പും ഒക്കെ തന്നെയും ഇത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഈ പ്രദേശത്ത് താമസിക്കുന്നവർക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. മലയോര പ്രദേശമായ പൊന്മുടി അടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരറിയിപ്പുണ്ടാകുന്നതുവരെ ഈ പൊന്മുടി അടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ മലയോര പ്രദേശമായ പൊന്മുടി അടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ പ്രവേശനം ഉണ്ടാകില്ല എന്ന ജില്ലാ കളക്ടർ ഇന്നലെ തന്നെ അറിയിച്ചിരുന്നു. അതിനൊപ്പം തന്നെ ഈ കടലോര വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും ഇത്തരത്തിലുള്ള വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ് നിലനിൽക്കുന്നത്. ഇന്ന് നിലവിൽ ഇപ്പോൾ രാവിലെ മഴ ഉണ്ടായിരുന്നെങ്കിലും നിലവിൽ ഈ മഴ അല്പം ഒന്ന് കുറഞ്ഞ് ഈ മഴയ്ക്ക് അല്പമെങ്കിലും ശമനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. നിലവിൽ വെയിൽ വരുന്നൊരു സാഹചര്യമുണ്ട്. ഇനി ഒരു മണിക്കൂറുകളോളം വെയിൽ തുടർന്നാൽ അത് ഈ വെള്ളക്കെട്ടുകൾ പെട്ടെന്ന് തന്നെ വെള്ളം ഒലിച്ചിറങ്ങി പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. നേരത്തെ ഇതിൽ കൂടുതൽ വെള്ളം ഈ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് അല്പമെങ്കിലും ഈ വെള്ളം കുറയുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇനി ഇതേ അവസ്ഥ തുടർന്നാൽ ഉച്ചയോടെ തന്നെ ഈ വെള്ളക്കെട്ടുകൾ ഇവിടെ നിന്ന് വെള്ളം ഒലിച്ചിറങ്ങി പോകുമെന്നുള്ളത് തന്നെയാണ് ബിനു. ശരി, ഇനി നമുക്ക് ഇടുക്കിയിലെ സാഹചര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ജോസിൽ തയ്യാറായിട്ടുണ്ട്. ജോസിൽ, ഞാൻ ഈ ദൃശ്യങ്ങൾ കാണുന്നതനുസരിച്ച് ഇപ്പോൾ മഴയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടുത്തെ സ്ഥിതി എങ്ങനെയാണ്? അതോടൊപ്പം തന്നെ അവിടെ മലയോര മേഖലകളിലൊക്കെ എങ്ങനെയാണ് അവസ്ഥ? ബിനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടുക്കി ജില്ലയിൽ ഇപ്പോൾ മഴ പെയ്യുന്നില്ല. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനത്തെ തുടർന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇടുക്കി ജില്ലയിലടക്കം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്നലെയും ഉച്ചയ്ക്ക് ശേഷമാണ് ഇവിടെ മഴ പെയ്തത്. ലോ റേഞ്ചിൽ ശക്തമായ മഴ ഇന്നലെ ഉച്ച മുതൽ രാത്രി ഏറെ വൈകി വരെയും നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഹൈ റേഞ്ചിൽ വിവിധ പ്രദേശങ്ങളിൽ നമ്മൾ വിളിച്ചന്വേഷിക്കുമ്പോൾ ഇന്നലെയും കാര്യമായ മഴ ഒന്നും പെയ്തിട്ടില്ല. ചെറിയ തോതിലുള്ള മഴയാണ് ഉണ്ടായത്. ചില സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. ചെറിയ മഴയിൽ മണ്ണിടിച്ചിൽ, അതുപോലെ തന്നെ മരം വീണ് റോഡിൽ നേരിമംഗലം ഭാഗത്ത് റോഡിൽ മരം വീണ് വലിയ വാഹനങ്ങൾ യാത്ര തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ തന്നെ അവിടെ പ്രദേശവാസികളും ഫയർഫോഴ്സും എല്ലാം ചേർന്ന് അത് വെട്ടിമാറ്റുന്ന സാഹചര്യമുണ്ടായി. ഇന്ന് ഇപ്പോൾ ഈ നിമിഷം വരെ രാവിലെ ചെറിയ മഴയുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് ഉള്ളത്. ഉച്ചയ്ക്ക് ശേഷം ഇന്നലത്തെ
നേരത്തേതുപോലെ തന്നെ മഴയുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഉള്ളത്. ഏതായാലും ഈ മഴക്കാലം വരുന്നു എന്നുള്ള റിപ്പോർട്ട് ഉണ്ടായപ്പോൾ തന്നെ ഇടുക്കി ജില്ലാ ഭരണകൂടം വളരെ വലിയ മുൻകരുതൽ സ്വീകരിച്ചിരുന്നു. ജില്ലാ കളക്ടർ ഷീബ ജോർജിൻ്റെ നേതൃത്വത്തിൽ ഇതിൻ്റെ തുടക്കഘട്ടത്തിൽ തന്നെ ദുരന്ത നിവാരണ സമിതിയുടെ യോഗം വിളിച്ചു ചേർക്കുകയും വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ റെഡ് അലർട്ട് കൂടി വന്ന സാഹചര്യത്തിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ പ്രവർത്തന സജ്ജമായിട്ടുണ്ട്. അതുപോലെ തന്നെ മുൻകരുതൽ എന്ന നിലയിൽ ഏറ്റവും ലോ റേഞ്ചിലുള്ള മലങ്കര ഡാമിൻ്റെ ഷട്ടർ 10 സെൻറ്റിമീറ്ററോളം ഉയർത്തിയിട്ടുണ്ട്. മറ്റ് മുൻകരുതലുകൾ ഫയർഫോഴ്സ്, അതുപോലെ തന്നെ ആംബുലൻസ് സംവിധാനങ്ങൾ, പോലീസ് സംവിധാനം, KSEB എല്ലാം ഇത്തരം സംവിധാനങ്ങളെല്ലാം ആവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന തരത്തിൽ സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട്. അങ്ങനെ മുൻകാലങ്ങളിൽ ഏറ്റവും കൂടുതൽ മഴക്കാലത്ത് ദുരിതങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു ജില്ല എന്ന നിലയിൽ വേണ്ട മുൻകരുതലുകൾ ജില്ലാ ഭരണകൂടം എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. എന്നാൽ ഇപ്പോൾ ഇടുക്കി ജില്ലയിലെ അതിർത്തി ഗ്രാമങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പകർച്ചവ്യാധികളാണ് നമ്മൾക്ക് ഖേദകരമായി റിപ്പോർട്ട് ചെയ്യാനുള്ളത്. അത് കൂടുതലും ഇതര സംസ്ഥാന തൊഴിലാളികൾക്കാണ്. ഈ മഴക്കാല പൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവുമെല്ലാം ശുചീകരണ പ്രവർത്തനങ്ങളുമെല്ലാം നടത്തുകയും ബോധവൽക്കരണം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇതര സംസ്ഥാന തൊഴിലാളികളിലേക്ക് അത്തരത്തിൽ ബോധവൽക്കരണങ്ങൾ എത്തുന്നതിന് പരിമിതികളുണ്ട്. അതിൻ്റെയും കൂടി ഭാഗമായിട്ടായിരിക്കാം ഇപ്പോൾ ഇടുക്കി ജില്ലയുടെ അതിർത്തി ഗ്രാമങ്ങളിൽ, പ്രത്യേകിച്ച് ശാന്തമ്പാറ, ഉടുമ്പൻചോല, പാമ്പാടുംപാറ, കരുണാപുരം, നെടുങ്കണ്ടം തുടങ്ങിയ പഞ്ചായത്തുകളിൽ ഡെങ്കിപ്പനി വളരെ വ്യാപകമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കേരളത്തിൽ നിന്ന് ഒരു പരിധിവരെ നിർമ്മാർജ്ജനം ചെയ്തിട്ടില്ലെങ്കിലും നിയന്ത്രിച്ചു നിർത്തിയ മന്ത് അടക്കമുള്ള രോഗങ്ങൾ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളത് വളരെ ഖേദകരമായ വസ്തുതയാണ്. അതുപോലെ തന്നെ പാമ്പാടുംപാറ പഞ്ചായത്തിൽ 4 പേർക്ക് മലേറിയ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൽ മലേറിയ ബാധിച്ച് ഒരു അന്യസംസ്ഥാന അതിഥി തൊഴിലാളി മരണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ ഈ ഉയർന്നു വരുന്ന പകർച്ചവ്യാധികളാണ് ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ ഈ മഴക്കാലവുമായി ബന്ധപ്പെട്ട് തുടക്ക കാലഘട്ടത്തിൽ ആശങ്ക ജനിപ്പിക്കുന്നത്. ബിനു, ശരി. ഇനി പത്തനംതിട്ടയിൽ നിന്ന് സുജു ടി ബാബു കൂടിയുണ്ട്. സുജു, പത്തനംതിട്ടയിലെ സാഹചര്യം എങ്ങനെയാണ്? നമുക്കറിയാം പത്തനംതിട്ടയിൽ പൊതുവെ മഴ കൂടുതലുള്ള ഒരു ജില്ല കൂടിയാണ്. അതുപോലെ തന്നെ പമ്പാ നദിയിലെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ടോ? അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ബിനു, പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെയും റെഡ് അലർട്ടാണ്. ഇനിയും പുതുക്കിയ അലർട്ട് വരുമ്പോഴോ നാളത്തെ അലർട്ടിൽ മാറ്റമുണ്ടെന്നുള്ള കാര്യത്തിൽ അറിയാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ പത്തനംതിട്ട ജില്ലയിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ വലിയ മുന്നൊരുക്കങ്ങൾ തന്നെയാണ് ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും കൈക്കൊണ്ടിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ 40-ലധികം പ്രദേശങ്ങളാണ് പത്തനംതിട്ടയിൽ ദുരന്ത സാധ്യതാ മേഖലകളായി കണ്ടെത്തിയിട്ടുള്ള. ആ പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണവും ജില്ലാ ഭരണകൂടം ഇതിനോടകം തന്നെ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ബിനു ചോദിച്ച പോലെ ഇന്നലെ രാത്രി അതിശക്തമായ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പോലും പമ്പ ഉൾപ്പെടെ ഒരു നദിയിലും ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം ഇതുവരെയും ഉണ്ടായിട്ടില്ല. കടുത്ത വേനലായിരുന്നു കൊണ്ട് തന്നെ നദികളുടെ ജലനിരപ്പ് തീരെ താഴ്ന്ന ഒരവസ്ഥയായിരുന്നു നിലവിലുണ്ടായിരുന്നത്. അതിനാൽ തന്നെ 2-3 ദിവസത്തിലധികം ശക്തമായ മഴ പെയ്തെങ്കിൽ മാത്രമേ നദികളുടെ ജലനിരപ്പ് കാര്യമായ തരത്തിൽ ഉയരുകയുള്ളൂ. എന്നിരുന്നാൽ പോലും റെഡ് അലർട്ടിന്റെ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ ജാഗ്രത പുലർത്തേണ്ടതാണ്. നമുക്കറിയാം പത്തനംതിട്ട പോലെ ജില്ലയിൽ മലയോര മേഖല ധാരാളം ഉള്ളൊരു പ്രദേശമാണ്. അതിനാൽ തന്നെ ഉൾവനത്തിൽ ഏതെങ്കിലും തരത്തിൽ മലവെള്ളപ്പാച്ചിലോ അല്ലെങ്കിൽ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായ നദികളിലെ ജലനിരപ്പ് വളരെ വേഗത്തിൽ ഉയരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സാധാരണ രീതിയിൽ മഴവെള്ളത്തിൽ ജലനിരപ്പ് വളരെ പെട്ടെന്ന് ഉയരുന്ന സാഹചര്യമല്ല എങ്കിൽ പോലും ജനങ്ങൾ ഇത്തരം ഒരു മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ജാഗ്രത പുലർത്തേണ്ടതാണ്. പത്തനംതിട്ടയിൽ രാത്രികാല ഗതാഗതത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാത്രി 7 മുതൽ രാവിലെ 6 മണി വരെയാണ്. അതുപോലെ കോറികളുടെ പ്രവർത്തനവും നിരോധിച്ചിട്ടുണ്ട്. മെയ് 21 വരെയാണ് നിരോധനം നിലനിൽക്കുന്ന. ജില്ലയിലെ എല്ലാ വകുപ്പ് തല ഉദ്യോഗസ്ഥരും ജോലിക്ക് ഈ ദിവസങ്ങളിൽ ഹാജരാകണമെന്നും കർശന നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം ഇതുവരെ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ശരി, ഇനി മാനസയിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. മാനസ, സംസ്ഥാനത്ത് ഈ തെക്കൻ തമിഴ്നാട് തീരത്ത് ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാലാണ് അടുത്ത 7 ദിവസം ഇടിമിന്നലോടുകൂടി മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ഈ അതിർത്തി പ്രദേശങ്ങളിൽ, ഇപ്പോൾ തമിഴ്നാടിനോട് അതിർത്തി പങ്കിടുന്നുണ്ടല്ലോ, അതിർത്തി പ്രദേശങ്ങളിലെ സ്ഥിതി എങ്ങനെയാണ്? അതോടൊപ്പം തന്നെ ഈ മീൻപിടുത്തക്കാർക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമൊക്കെ ഉണ്ടല്ലോ, അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്?
തീർച്ചയായും ബിനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ചക്രവാത ചുഴിയും അതോടൊപ്പം തന്നെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദ സാധ്യതയും കണക്കിലാക്കുന്നത് കൊണ്ട് തന്നെ ഇനി വരുന്ന മുന്നറിയിപ്പ് വരെ മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല കടലാക്രമണ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. കേരള തീരത്തും തമിഴ്നാട് തീരത്തുമാണ് കടലാക്രമണ സാധ്യതയുള്ളത്. ഒപ്പം തന്നെ തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇനി വരുന്ന ഒരു മുന്നറിയിപ്പ് വരെ മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് ഇറങ്ങി മത്സ്യബന്ധനം നടത്താൻ പാടില്ല എന്ന് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിർത്തി പ്രദേശങ്ങളൊക്കെയും സുരക്ഷിതമായ അല്ലെങ്കിൽ ജാഗ്രത പാലിക്കണം, പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം, അതീവ ജാഗ്രത പാലിക്കണം എന്ന മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ഒപ്പം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടം ഇത് മൂന്നും കൂടി വ്യക്തമാക്കുന്ന അല്ലെങ്കിൽ നിർദ്ദേശിക്കുന്ന ഒരു സാഹചര്യം. ഇനി ഈ ബുധനാഴ്ച വരെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇന്നും നാളെയും അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ്. 23 വരെ ഓറഞ്ച് അലർട്ട് സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. ഓറഞ്ച് അലർട്ടാണെങ്കിൽ കൂടിയും റെഡ് അലർട്ടിന് സമാനമായ രീതിയിലായിരിക്കും കാര്യങ്ങൾ പോവുക എന്ന രീതിയിലാണ് ഇപ്പോഴുള്ള മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ റെഡ് അലർട്ടിന് സമാനമായ ജാഗ്രത പൊതുജനങ്ങൾ കഴിയുന്ന അത്ര പാലിക്കണം എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. സുലേഖ സൂചിപ്പിച്ചതുപോലെ തന്നെ കുറച്ചു നേരം വെയിൽ രൂപപ്പെട്ടാൽ അവിടെയുള്ള വെള്ളക്കെട്ട് ഇറങ്ങുമെന്നാണ് പറഞ്ഞത്. ഓരോ പ്രദേശങ്ങളിലെയും സ്ഥിതി എങ്ങനെയാണ്? കാരണം തിരുവനന്തപുരത്ത് റോഡിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ? അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ബിനു, തിരുവനന്തപുരത്തിൻ്റെ നഗരപ്രദേശങ്ങളിൽ കാര്യമായ മഴ തന്നെയാണ് ലഭിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം. അതായത് രാത്രി മുതൽ തുടങ്ങിയ മഴ പുലർച്ചെ വരെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇടിമിന്നലും കാറ്റും ഒക്കെ ശക്തമാകുന്നൊരു സ്ഥിതിയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. നഗരപ്രദേശങ്ങളിൽ ചിലയിടങ്ങളിൽ ഈ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു എന്നതിനപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള സംഭവങ്ങൾ, മഴക്കെടുതികൾ തിരുവനന്തപുരം ജില്ലയിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഈ തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ച് മുൻകാലങ്ങളിലൊക്കെ തന്നെയും വലിയ രീതിയിൽ ചെറിയ മഴ പെയ്താൽ പോലും വലിയ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യമാണ് മുൻ വർഷങ്ങളിലൊക്കെ തന്നെയും തിരുവനന്തപുരം നഗരത്തിലുണ്ടായിരുന്നത്. എന്നാൽ ആ സ്ഥിതി മാറി വെള്ളക്കെട്ടുകൾ വളരെ കുറഞ്ഞൊരു മഴക്കാലം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അതുതന്നെയാണ് ഇപ്രാവശ്യവും ഉണ്ടാകുന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്.